കുഴി കുഴിക്കണി ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പുറത്തേക്ക് പോയി. 21 നടന്നു, 24 നടന്നു പറയുന്നു. എല്ലാവരും ഒരു ഞെട്ടലോടെ തന്നെയാണ് ഈ കാര്യം കേട്ടത്. പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അനീഷയുടെ വീടാണ് ഈ കാണുന്നത്. അല്പം മുമ്പ് ഫോറൻസിക് വിദഗ്ധർ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തി. കൊടകര നൂലുവള്ളി സ്വദേശിയായ അനീഷയുമായി പ്രണയബന്ധത്തിലായിരുന്നെന്നും ഈ ബന്ധത്തിൽ പിറന്ന 2 കുട്ടികൾ മരിച്ചെന്നും വ്യക്തമാക്കി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ പുതുക്കാട് സ്റ്റേഷനിൽ എത്തുന്നതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. തെളിവായി കുഞ്ഞുങ്ങളുടെ അസ്ഥി ബാഗിലാക്കിയാണ് ഭവിൻ ഞായറാഴ്ച പുലർച്ചെ സ്റ്റേഷനിലെത്തിയത്. ശുചിമുറിയിൽ പ്രസവിച്ച അനീഷ ആദ്യത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം സ്വന്തം വീട്ടുമുറ്റത്തും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം ബാഗിലാക്കി എൻ്റെ പുറകിൽ കാണുന്ന ഭവിൻ്റെ ആമ്പല്ലൂരുള്ള വീട്ടിലെത്തിച്ച് ഭവിൻ്റെ സഹായത്തോടെയുമാണ് സംസ്കരിച്ചത്. ഇപ്പോൾ ഈ രണ്ടിടത്തു നിന്നും ഫോറൻസിക് സംഘം മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു ദാരുണമായ സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് ഇവിടുത്തെ നാട്ടുകാരും. ഇപ്പോൾ വാർഡ് മെമ്പർ സീബ ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, എത്രമാത്രം ഒരു ഞെട്ടലിലാണ് ഇവിടുത്തെ നാട്ടുകാർ? ഇന്നലെ രാവിലെയാണ് ഈ വിവരം, ഞങ്ങൾ വാർത്തകളോട് തന്നെയാണ് ഈ വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു ഞെട്ടലോടെ തന്നെയാണ് ഈ കാര്യം കേട്ടത്. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനൊരു ഇത് നമുക്കറിയാം, നമുക്ക് ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലാണ് ഈ പ്രദേശത്തെ, നൂലുവള്ളി പ്രദേശത്തെ ജനങ്ങളും മൊത്തത്തിൽ. അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ തെളിവനുസരിച്ച് അതിൻ്റെ നിയമ നടപടികൾക്ക് പോകട്ടെ എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് 21 നടന്നു, 24 നടന്നു പറയുന്നു. ഇത് ജനങ്ങൾ പറഞ്ഞിട്ട് തൊട്ട അയൽവാസികൾ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള അയൽവാസി കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും വേറെ ചുറ്റുവട്ടത്ത് അയൽവക്കമുള്ളൊരു വീട് കാണാം, അങ്ങോട്ട് മാത്രമേ പാടുള്ളൂ. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല. ഈ കുട്ടി ഇപ്പോൾ ജോലി സംബന്ധമായി പോകുമ്പോഴും ആർക്കും ഒന്നും സംശയം തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുട്ടിയെ നേരിട്ട് പരിചയമുണ്ടോ, കണ്ടിട്ടുണ്ടോ? കുട്ടിയെ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെക്കും ഈ പ്രദേശത്തോടെ ഞങ്ങൾ വരുമ്പോൾ ഈ വീട് എപ്പോഴും ലോക്കഡായിട്ട് കാണാറുണ്ട്. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, എന്നും കാണുന്ന ഒരു കുട്ടിയല്ല. 2 ഗർഭകാലം അനീഷയെ അങ്ങനെ മറച്ചു വെച്ചു എന്നത് ദുരൂഹതയായി തുടരുമ്പോഴും ചില സംശയങ്ങൾ അന്നേ ചില അയൽവാസികൾക്കുണ്ടായിരുന്നു. ആ സംശയങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയും ചെയ്തിരുന്നു. കുഴി കുഴിക്കണി ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. ഈ കുഴി കുഴിച്ചപ്പോൾ ഞാൻ കോഴികളുടെ കൊക്കിൽ കേട്ടപ്പോൾ വല്ല പാമ്പാണെന്ന് വെച്ചിട്ട് കുറച്ച് കോഴികളുണ്ടായി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തീറ്റിട്ട് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് പോയി വരുമ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഈ കൈക്കോട്ട് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പുറത്തേക്ക് പോയി. ഇല്ല, അത് അന്ന് അവർ പരിശോധിച്ചെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ അപ്പം എന്നോട് എന്തിട്ടാ പറഞ്ഞതെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ചേച്ചി, നിങ്ങൾ ഇതിനെപ്പറ്റി വിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവില്ല. കുറ്റം ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായതിനാൽ ശാസ്ത്രീയ തെളിവുകളിലൂടെ മാത്രമേ അത് തെളിയിക്കാനാകൂ. ഫോറൻസിക് സംഘം ഇപ്പോൾ ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. അതിൻ്റെ പരിശോധനാ ഫലമാകും ഈ കേസിൻ്റെ വിധി ഇനി നിർണ്ണയിക്കുക.